അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. അതായത് റമളാനിൽ മടി എങ്ങനെ മാറ്റാന്നുള്ളത്. പല ആൾക്കാരും ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പലപ്പോഴായിട്ട് മടി വരുന്നുണ്ട് എന്ന്. അല്ലെങ്കിൽ റമളാൻ്റെ ആ ഒരു ഫീലിൽ ഇങ്ങോട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം പല ആൾക്കാരും ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എനിക്ക് തന്നെ പല സമയത്തും ചിലപ്പം ആ ഒരു ഫീലിംഗ് വരും. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആ മടി വരുന്നത് അല്ലെങ്കിൽ ആ മടി ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇബാദത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു എനർജിയാണ്. പക്ഷെ ആ എനർജി എന്ന് പറയുന്നത് നമ്മുടെ മടി അങ്ങ് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഈ ഒരു മടീൻ്റെ എതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു എനർജി തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് കഴിയുന്നത്ര പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്താഴം കഴിക്കുമല്ലേ, ഈ അത്താഴം കഴിക്കുന്ന ഫുഡ് ഒരുപാട് ഫുഡ് നമ്മൾ കഴിക്കുന്ന ദിവസം നന്നായിട്ട് ക്ഷീണം പകലിൽ അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഉറങ്ങാൻ തോന്നുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ എനർജി ഡൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കുറയും കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? അത്താഴം കഴിക്കാം. അതാണ് ഭക്ഷണം. നമ്മളിപ്പം റമദാന്റെ മടിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് ഫിസിക്കൽ ഉണ്ട്, സ്പിരിച്വൽ ഉണ്ട്, മെന്റലി ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ. അതിലിപ്പോൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡിന്റെ സെയിം സാധനം താഴം പറയുമ്പോൾ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് നല്ല ക്ഷീണം വരും അല്ലേ. ഈ പെരുമ്പാമ്പ് ഈ എരനെ വിഴുങ്ങിയ മാതിരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് ചാഞ്ഞാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് വരും. പിന്നെ ഇങ്ങനെ ഒരു ക്ഷീണം തോന്നും, നമുക്ക് ഒന്ന് വിശ്രമിക്കാൻ തോന്നും. അങ്ങനെ എന്ത് ചെയ്യും? തറാവിക്കിന്റെ സമയം വൈകും, തറാവിക്ക് മടിയാവും, അങ്ങനെ പല സംഭവങ്ങളും വരും. നമ്മൾ ആ ഒരു ഫിസിക്കലി ഉള്ള എനർജി ഡൗൺ ആകുമ്പോൾ തന്നെ നമ്മളെ ബാക്കി എല്ലാ രീതിയിലും നമ്മൾ ഡൗൺ ആവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വെച്ചാല് നമ്മളെ ആക്ടിവിറ്റീസ് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തൊക്കെ മുന്നേ ഷെഡ്യൂൾ ചെയ്യുക. അതായത് നാളെ ഇപ്പൊ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അത് ഇന്ന് തന്നെ ഞാൻ അങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചാൽ എനിക്ക് ആ ഒരു ഓർഡറിൽ ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതി. ഈവൻ നമ്മളെ ഉറങ്ങണ സമയമാണെങ്കിൽ പോലും എത്ര മണിക്കൂർ ഉറങ്ങണം, എത്ര മണിക്കൂർ ഉറങ്ങിയാൽ എനിക്ക് മതിയാവും, എന്നാൽ ബാക്കിയുള്ള സമയം ആ ഒരു എനർജിയും ആ ഒരു ടൈമും നമുക്ക് ഇബാദത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുമല്ലോ. അതായത് നമ്മളിപ്പോൾ നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ദിക്റാണെങ്കിലും മറ്റ് എന്ത് ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി നടക്കുന്ന എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും കൂടി നമ്മൾ ഓൾറെഡി അതൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നാളെ നേരം വെളുക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ അപ്പം ചെയ്യേണ്ടത്, ഇന്ന് കൺഫ്യൂസ്ഡ് ആവും. ഇന്നിപ്പോൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ സമയം വൈകിയല്ലോ, ഞാൻ നേരം വൈകി പോലെ എണീക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഉറക്കിൻ്റെ സമയം കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇല്ലേ, ആ കൺഫ്യൂഷൻ വരുമ്പോഴേ നമുക്ക് പിന്നെ എവിടുന്ന് തുടങ്ങണം എന്നല്ലാതെ ഒരു രീതിയിൽ നിൽക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അന്നത്തെ ദിവസവും അങ്ങനെ അടുത്ത് പോകും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മെന്റലി ഉള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ലൈക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റമദാന്റെ പ്രത്യേകതകളും അല്ലെങ്കിൽ റമദാന്റെ പ്രതിഫലങ്ങളും റമദാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ ഒരു രീതിയിലുള്ള മൈൻഡ് സെറ്റിന് ഇങ്ങനെ റെഡി ആക്കി എടുക്കുക. എനിക്ക് ഒരിക്കലും മിസ്സാക്കരുത്, എന്തുകൊണ്ടാണ് ഈ റമദാൻ ഇത്രയും ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ആ ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ദൃഢമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. ആ ഒരു തീരുമാനം എടുത്താൽ തന്നെ നമുക്കൊരു മൈൻഡ് സെറ്റ് തന്നെ സെറ്റ് ആയാൽ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് പഠിച്ചോനെ നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എനർജി പഠിച്ചോൻ തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മളെല്ലാവരും കയ്യിലുള്ള ഒരു സംഭവമാണ് മൊബൈൽ ഫോൺ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ഫോൺ ഇങ്ങോട്ട് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മളെ ഒരു സ്ക്രീൻ ടൈം ഒക്കെ ഒന്ന് കുറയ്ക്കുക. സാധാരണ നമ്മളത് റംലാന്റെ മുന്നേ ആയിട്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയം കുറക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര സമയം മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ പോലെയുള്ള ഈ ഒരു സോഷ്യൽ മീഡിയകളൊക്കെ തൽക്കാലം കുറച്ച് ഈ ഒരു റമദാനിൽ മാത്രമായിട്ടൊന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കുക. എന്ത് രീതിയിലാണോ നിങ്ങൾക്ക് അതിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ആ സമയം ഒന്ന് കുറയ്ക്കുക. ഫോണിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളങ്ങ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയേയില്ല. അപ്പം നമ്മൾ ഒരുപാട് സമയം അതിൽ പോകും. നമ്മളെ മൈൻഡ് ഇങ്ങനെ ഡീവിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തിനെ കുറിച്ചാണോ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ ഒരു സമയത്ത്, പക്ഷെ നമ്മളെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിപ്പോവും. ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കഴിയുകയാണെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഉപയോഗിക്കുന്ന സമയം കുറയ്ക്കുക, ലിമിറ്റ് ചെയ്യുക സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആയിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ റമദാനിൽ നമ്മൾ അത്രയും അധികം കിട്ടുന്ന ആ ഒരു റിവാർഡ്സില്ലേ, അത്രത്തോളം ആ ഒരു റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ആ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ നിസ്കരിച്ചാൽ, നമ്മൾ നോമ്പ് നോറ്റാൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ, സ്വതൊക്കെ ചെയ്താൽ നമുക്ക് എത്രത്തോളം പുണ്യാണ് കിട്ടുന്നത്, എത്രത്തോളം പ്രതിഫലമാണ് സാധാരണ ദിവസങ്ങളിലേക്കാട്ടും കിട്ടുന്നത്.
അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റാത്തൊരു ദിവസങ്ങളൊക്കെയാണ് നമ്മളുടെ ഇപ്പൊ കടന്നു പോണത് എന്നുള്ളത് എപ്പോഴും നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾക്ക് എപ്പോഴും ആ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റമദാൻ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആവുക. റമദാനിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒരുപാട് സ്കോളേഴ്സിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുക. അതേപോലെ തന്നെ ഇസ്ലാമിക് എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, പുസ്തകങ്ങളൊക്കെ വായിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അറിയാം, അല്ലാതെ നമ്മൾ ഖുർആൻ പാരായണവും പരിഭാഷ വായിക്കലും ഖുർആൻ പഠിക്കലും അങ്ങനത്തെ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക. എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറും നമ്മളെ ആ ഒരു മൈൻഡ് സെറ്റും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുമിച്ച് കൂടെ ഒരാൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ. നമുക്കൊരു റമദാൻ ബഡ്ഡി എന്നൊക്കെ പറയും പോലെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും പാരൻസോ നമ്മളെ സിബ്ലിങ്സോ ആരാണെങ്കിലും നമ്മൾക്ക് നമ്മളുടെ തോട്ട്സ് ഷെയർ ചെയ്യാനും നമ്മൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേറ്റഡ് ദീനി റിലേറ്റഡ് അല്ലെങ്കിൽ റമദാൻ റിലേറ്റഡ് ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തുക. അങ്ങനെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്, നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തറാവി നിസ്കരിക്കാം, ഞാൻ ദാ ഈ ഒരു സൂറത്ത് പഠിക്കാൻ വിചാരിക്കുന്നുണ്ട്, നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് പഠിച്ചാലോ. അതൊക്കെ ഇപ്പം നമുക്ക് ഒരുപാട് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് പല രീതിയിലും സംവിധാനങ്ങളുണ്ട്, ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ, നമുക്ക് പിന്നെ ദൂരെയുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിലും കൂടി നമുക്ക് ഓൺലൈനായിട്ട് വരെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പം ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ നല്ല ഒരു ഒരു സഹചാരിനെ കണ്ടെത്തുക നമ്മൾ ഈ റംസാനിൽ. പിന്നെ നമ്മളെ ഇബാദത്തുകളായിട്ടുള്ള നിസ്കാരം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം, ദിക്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതൊന്ന് സ്ഥിരമാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഇപ്പോൾ ഒരു ആയത്താണ് ഓതുന്നതെങ്കിൽ പോലും കേട്ടോ, ഒന്നും ഓതാതിരിക്കുന്നതെങ്കിൽ നല്ലതാണല്ലോ ഒരു ആയത്ത് ഓതുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷെ എന്നാലും അത് നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന്. പക്ഷെ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെ മാസത്തിൽ ഒരു ദിവസം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അതിലൊരു കാര്യമില്ല എന്നാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഒരായത്താണ് ഓതണമെങ്കിൽ പോലും, രണ്ടായത്താണ് ഓതണമെങ്കിൽ പോലും അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന്. അപ്പം നമുക്ക് എത്രയാണോ പറ്റണത് അത്ര പോലെ ചെയ്യുന്ന കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡെയിലി നമ്മളെ റിഫ്ലക്ട് ചെയ്യുക. അതായത് ഇന്ന് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനുള്ളൊരു അവസരം ഡെയിലി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്, നമുക്ക് തന്നെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവസാനമായിട്ട് പറയാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു മടീനെ മറികടക്കാൻ നമുക്ക് മെന്റലിയും ഫിസിക്കലിയും അതേപോലെ സ്പിരിച്വലി ആത്മീയമായിട്ടും നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒന്ന് എന്താവണം, സെറ്റ് ആവണം. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മടീനെ മറികടക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്താ വേണ്ടിയ, അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനുള്ള ആ ഒരു എനർജി നമ്മൾ ഈ മടി മാറ്റിയിട്ട് നമുക്ക് അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ മടി പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നഷ്ടപ്പെടുന്ന ഈ ഒരു സമയങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മടി മാറ്റുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും നമുക്ക് പലപ്പോഴും മടികൾ വരാം. എന്നാലും അറ്റ്ലീസ്റ്റ് എനിക്ക് മടി വരുന്നുണ്ട്, മാറണം, അല്ലെങ്കിൽ നന്നാക്കി എടുക്കണം എന്ന് നമുക്ക് തോന്നണത് തന്നെ നമ്മുടെ ഉള്ളിൽ നല്ലൊരു വിശ്വാസവും നല്ലൊരു മനസ്സുണ്ടായത് കൊണ്ടാണ്. അപ്പം ക്ഷമയോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ കമൻറ്റ് ചെയ്ത ആൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കുറച്ച് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. ബൈ.